അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച രാവിന്റെ ധന്യതയിൽ മക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചു. കാന്തപുരം ഉസ്താദ് അടക്കം ലോക നേതാക്കൾ പങ്കെടുത്തു. മീഡിയ രംഗത്ത് SSFന്റെ പുതിയ കാലവെപ്പ്. മീഡിയ സ്കൂളിന് തുടക്കമായി. അവധി ദിനമായ ശനിയാഴ്ച പ്രവൃത്തി ദിനം. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള കയറ്റുമതി സ്തംഭനാവസ്ഥയിലേക്ക്. വ്യാപാരികൾ ആശങ്കയിൽ. വിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് നാളെ മുതൽ തുടക്കം. പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ഇന്ന് തന്നെ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും. ലക്നൌവിൽ പോലീസുകാരൻ ആക്രമിച്ച വൃദ്ധന് വീണ്ടും ഭീഷണി. സമ്പന്നർ മാത്രം പഠിച്ചാൽ പോരാ. സർക്കാരിനെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M വീരാൻകുട്ടിയുടെ രൂക്ഷ വിമർശം. സ്ലീപ്പർ ടിക്കറ്റ് വിവാദ തീരുമാനം റെയിൽവേ റദ്ദാക്കി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബലിപെരുന്നാൾ അവധി 24-ന് പുറമെ 25-നും നൽകിയെങ്കിലും 26-ന് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. അധ്യയന വർഷത്തിൽ 200 അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമാക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന മറുപടി. ഈ നയത്തിന്റെ ഭാഗമായി ഇത് നേരത്തെ തീരുമാനിച്ചതാണെന്നും അധികൃതർ പറയുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനത്തോടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും തുടർച്ചയായി 4 ദിവസം അവധി ലഭിക്കുന്ന സാഹചര്യമാണ് ഇല്ലാതായത്. ഇതാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. 26-ന് പകരം മറ്റൊരു ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കണമെന്നാണ് വിവിധ മുസ്ലിം സംഘടനകളുടെയും അധ്യാപകരുടെയും ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് മുസ്ലിം ലീഗ് അനുകൂല അധ്യാപക സംഘടനയായ KSTU സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് 10 ദിവസം അവധി നൽകുകയും പെരുന്നാളിന് 1-2 ദിവസം മാത്രം അവധി നൽകുകയും ചെയ്യുന്നത് ഒരു വിഭാഗത്തോടുള്ള കടുത്ത വിവേചനമാണെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തെക്ക്, വടക്ക് ജില്ലകളിൽ നിന്ന് അന്യ ജില്ലകളിലും മറ്റും ജോലി നോക്കുന്ന അധ്യാപകർക്കും വിദൂര സ്ഥലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു ദിവസം കൂടി കിട്ടുന്നതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ശനിയാഴ്ച പ്രവൃത്തി ദിനമായതിനാൽ പലരും തിരികെ ജോലി സ്ഥലങ്ങളിലേക്ക് വരികയോ അതല്ലെങ്കിൽ അവധിയെടുക്കേണ്ടതോ ആയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. 200 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ 26 ഒഴികെയുള്ള മറ്റേതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കണമെന്നും 26-ന് അവധി നൽകണമെന്നും SSF സംസ്ഥാന സെക്രട്ടറി M അബ്ദുൽ മജീദ് അരിയല്ലൂർ പറഞ്ഞു. ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതിന് 4 ദിവസം ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായിട്ടും വിദൂര സ്ഥലങ്ങളിലുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് സബ് ഇൻസ്പെക്ടർ ടൈപ്പ്റൈറ്റർ ചവിട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ വൃദ്ധന് വീണ്ടും ഭീഷണി. വൃദ്ധന്റെ ടൈപ്പ്റൈറ്റർ ചവിട്ടിത്തെറിപ്പിക്കുന്നത് വാർത്തയായതിനെ തുടർന്ന് പോലീസുകാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസുകാരന് സസ്പെൻഷൻ ലഭിച്ചതിന് നീ വലിയ വില കൊടുക്കേണ്ടിവരും. ഇപ്പോൾ നീ ഒരു ഹീറോയെ പോലെയാണ്, പിന്നെ കണ്ടോളാം എന്നാണ് ടെലിഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതെന്ന് കൃഷ്ണകുമാർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. കൃഷ്ണകുമാറിനെ പോലീസുകാരൻ ആക്രമിക്കുന്ന ഫോട്ടോ വിവാദമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് പ്രശ്നത്തിലിടപെട്ടു. കലക്ടറോടും SP-യോടും കൃഷ്ണകുമാറിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രി തന്നെ കലക്ടർ രാജശേഖറും SP രാജേഷ് പാണ്ഡെയും ചേർന്ന് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ ടൈപ്പ് ചെയ്യാവുന്ന 2 ടൈപ്പ്റൈറ്ററുകൾ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തിച്ച് ക്ഷമ ചോദിച്ചിരുന്നു. സർക്കാരിനെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M വീരാൻകുട്ടിയുടെ രൂക്ഷ വിമർശം. ഒരു വിഭാഗം സമ്പന്നർക്ക് മാത്രം പഠിച്ചാൽ പോരാ, പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കണം. വിദ്യാഭ്യാസം മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കച്ചവടത്തിനാണ് മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. സമ്പന്നർക്ക് വേണ്ടിയാണ് ഇക്കൂട്ടർ നിലകൊള്ളുന്നത്. പാവങ്ങൾക്കും ഡോക്ടർമാരാകേണ്ടേ? തലവരിപ്പണവും കോഴയുമുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്ന അവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും വീരാൻകുട്ടി പറഞ്ഞു. മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വീരാൻകുട്ടി. പകൽ യാത്ര ചെയ്യുന്നവർക്ക് സാധാരണ കൌണ്ടറുകൾ വഴി സ്ലീപ്പർ AC ക്ലാസ് ടിക്കറ്റ് നൽകുന്നത് നിർത്തലാക്കാനുള്ള തീരുമാനം റെയിൽവേ റദ്ദാക്കി.
സാധാരണ കൌണ്ടറുകളിൽ നിന്ന് സ്ലീപ്പർ ടിക്കറ്റ് നൽകുന്നത് തുടരാമെന്ന് റെയിൽവേ അറിയിച്ചു. പുതിയ നയം വിവാദമായ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മാത്രം നടപ്പിലാക്കേണ്ടെന്ന ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. ദീർഘദൂര തീവണ്ടികളിൽ പകൽ സമയത്തെ ഹ്രസ്വയാത്രയ്ക്ക് സ്ലീപ്പർ ടിക്കറ്റുകൾ എടുത്ത് യാത്ര ചെയ്യാവുന്ന സൌകര്യമാണ് റെയിൽവേ നിർത്തലാക്കിയിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. തീരുമാനം കേരളത്തിൽ ഷൊർണൂർ ഡിവിഷൻ നടപ്പിലാക്കിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള കയറ്റുമതി സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വ്യാപാരികൾ ആശങ്കയിലായിരിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വലിയ വിമാനങ്ങൾ പിൻവലിച്ചതോടെ കരിപ്പൂർ വഴിയുള്ള ചരക്കുനീക്കം സ്തംഭനാവസ്ഥയിലേക്ക്. ചരക്കുനീക്കം തടസ്സപ്പെട്ടതോടെ കയറ്റുമതി കമ്പനികൾ പലതും കരിപ്പൂർ വിടുകയാണ്. 2014-2015 വർഷത്തിൽ 22,849 ടൺ ചരക്കാണ് കരിപ്പൂരിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇത് 5,000 ടണ്ണിൽ താഴെ മാത്രമായിരിക്കുമെന്നാണ് കരിപ്പൂരിലെ കാർഗോ വിഭാഗത്തിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. റൺവേയുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയതോടെ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് ഇത്. നേരത്തെ ഒരു മാസം 20 ടൺ ചരക്കുകൾ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 3 ടണ്ണിൽ താഴെ മാത്രമാണ് കയറ്റുമതി. 20ഓളം കമ്പനികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിൽ പ്രവർത്തിച്ചിരുന്നത്. കയറ്റുമതി നീക്കം തടസ്സപ്പെട്ടതോടെ കമ്പനികൾ പലതും കരിപ്പൂർ വിടുകയാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രണർഷിപ്പിനാണ് കരിപ്പൂർ കാർഗോ കോംപ്ലക്സിന്റെ നടത്തിപ്പ് ചുമതല. ചരക്ക് നീക്കം നിലച്ചതോടെ ഇവരും വിഷമാവസ്ഥയിലായിരിക്കുകയാണ്. ഗൾഫിൽ നിന്നും മലബാർ മേഖലയിലേക്ക് മടങ്ങുന്നവർ മറ്റ് വിമാനത്താവളങ്ങൾ വഴി അയക്കുന്ന സാധനങ്ങളും ചരക്കുകളും പരിശോധിക്കുന്നത് മാത്രമായിരിക്കുകയാണ് ഇവരുടെ ചുമതല. 2014 വരെ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ വിമാനത്താവളമായിരുന്നു കോഴിക്കോട്. കയറ്റുമതി നീക്കം തടസ്സപ്പെടുന്നതോടെ ഈ പദവിയും കരിപ്പൂരിന് നഷ്ടമാകും. കരിപ്പൂർ വഴിയുള്ള കയറ്റുമതി നീക്കം തടസ്സപ്പെട്ടതോടെ വ്യാപാരികളും ആശങ്കയിലാണ്. കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ മലബാറിന്റെ വ്യാവസായിക വികസനത്തിന് വലിയ തിരിച്ചടിയാകും. മലബാറിൽ നിന്നാണ് ഗൾഫ് മേഖലയിലേക്ക് പ്രധാനമായും പഴവും പച്ചക്കറികളും പൂക്കളും കയറ്റുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ബലിപെരുന്നാൾ ദിവസങ്ങളിൽ ബീഫ് നിരോധനം നീക്കണമെന്ന ആവശ്യം മുംബൈ ഹൈക്കോടതി തള്ളി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും കോടതിക്ക് ഇടപെടാനാവില്ലെന്നും മുംബൈ ഹൈക്കോടതി വ്യക്തമാക്കി. ഗൾഫ് വാർത്തകൾ. വിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് നാളെ മുതൽ തുടക്കമാകും. പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ഇന്ന് തന്നെ മിനയിലേക്ക് നീങ്ങിത്തുടങ്ങും. لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. ഹജ്ജിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സൗദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. 25 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇത്തവണ 1,36,020 പേരാണ് ഹജ്ജ് കർമ്മത്തിനായി വിശുദ്ധ ഭൂമിയിലെത്തിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ ഇന്ന് തന്നെ സന്ധ്യയ്ക്ക് ശേഷം മിനയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെ മുതലാണ് മിനയിലെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. നാളെ മിനയിൽ രാപ്പാർക്കുന്ന ഹാജിമാർ ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ ബുധനാഴ്ച പുലർച്ചെ മുതൽ അറഫ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങും. അറഫ സംഗമത്തിനു ശേഷം മുസ്ദലിഫയിൽ രാപ്പാർക്കും. തുടർന്ന് 1-ാം ദിവസത്തെ കല്ലെറിയൽ കർമ്മം നടക്കും. ശനിയാഴ്ചയോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയാകും. ഹജ്ജിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന വിധം രാഷ്ട്രീയപരമായും അല്ലാതെയുമുള്ള മുദ്രാവാക്യം വിളികൾ, പ്രകടനം തുടങ്ങിയവ ഹജ്ജിൽ അനുവദിക്കില്ലെന്ന് സൗദി ആഭ്യന്തരമന്ത്രി മുഹമ്മദ് ബിൻ നായിഫ് രാജകുമാരൻ പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുമെന്നും നായിഫ് രാജകുമാരൻ വ്യക്തമാക്കി. ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ 1 ലക്ഷം സൈനികരെ മക്കയിൽ സജ്ജരാക്കിയിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സേന, ട്രാഫിക് പോലീസ്, എമർജൻസി സിവിൽ ഡിഫൻസ് എന്നിവരടങ്ങിയതാണ് സേനാംഗങ്ങൾ. ഇവരെ കൂടാതെ സൈന്യത്തിലെയും ദേശീയ സുരക്ഷാ സേനയിലെയും സൈനികരും രംഗത്തുണ്ട്. തീവ്രവാദ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അലിയാർ നഗർ, KMIC ന്യൂസ്, ജിദ്ദ. UAE വിശേഷങ്ങൾ. റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. സമൂഹത്തിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന് അകാലത്തിൽ അന്ത്യമായത് ഏറെ ദുഃഖിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ അലസരാകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ സിവിൽ ഡിഫൻസ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബലിപെരുന്നാൾ അനുബന്ധിച്ച് അറവിന് സൌകര്യമൊരുക്കാൻ സഞ്ചരിക്കുന്ന അറവുശാലകൾ ഒരുക്കി ദുബായ് നഗരസഭ. ഈദ് പ്രമാണിച്ച് വിദ്യാലയങ്ങളുടെ അവധി സെപ്റ്റംബർ 23 ബുധനാഴ്ച തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ക്ലാസുകൾ ഞായറാഴ്ചയാണ് തുടരുക.
UAEയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നിബന്ധനകൾക്ക് വിധേയമായി ആവശ്യമെങ്കിൽ 96 മണിക്കൂർ ട്രാൻസിറ്റ് വിസ നൽകാൻ തീരുമാനിച്ചതായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. ഗൂഗിൾ മാപ്പിന്റെ സ്ട്രീറ്റ് വ്യൂ സംവിധാനത്തിൽ ഷാർജയെയും അജ്മാനിനെയും ഉൾപ്പെടുത്തി. ഫെഡറൽ നാഷണൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാസൽ ഖൈമയിൽ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക ശില്പശാല നടന്നു. FNC തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ ജയിച്ചു കയറിയാൽ മേഖലയിൽ കൂടുതൽ വിദ്യാലയങ്ങൾ നിർമ്മിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഫുജറയിലെ താമസക്കാർ ആവശ്യപ്പെട്ടു. കൃഷിയിടത്തിൽ മോഷണം നടത്തിയയാളെ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ ദുബായ് പോലീസ് പിടികൂടി. ദക്ഷിണേഷ്യക്കാരനാണ് അറസ്റ്റിലായതെന്ന് അധികൃതർ അറിയിച്ചു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. സംഘടനാ വാർത്തകൾ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാധ്യമ പരിശീലനം ലക്ഷ്യമാക്കി SSF ആവിഷ്കരിച്ച മീഡിയ സ്കൂളിന് തുടക്കമായി. പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, ന്യൂസ് പോർട്ടൽ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡോക്യുമെന്ററി എന്നീ മേഖലകളിൽ പഠനവും പരിശീലനവുമാണ് മീഡിയ സ്കൂൾ ലഭ്യമാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പരിശീലനത്തിന് നേതൃത്വം നൽകും. സ്കൂൾ ഒഴിവു ദിവസങ്ങളിൽ തുടർ പരിശീലന പദ്ധതിയാണ് മീഡിയ സ്കൂൾ സിറ്റിംഗുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിൽ നടന്ന പരിപാടിയിൽ റിസാല മാനേജിംഗ് എഡിറ്റർ S. ഷറഫുദ്ദീൻ മീഡിയ സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന സെക്രട്ടറി K. അബ്ദുറഷീദ് അധ്യക്ഷത വഹിച്ചു. മൂസ ബുഹാരി ചേലക്കര ക്ലാസ് എടുത്തു. മുഹമ്മദ് അലി കിനാലൂർ, CN ജാഫർ, TK റിയാസ് സംബന്ധിച്ചു. 2003 മർക്കസിലെ പഠനം പൂർത്തിയാക്കിയ സഖാഫികൾ ഒക്ടോബർ 3 സംഗമിക്കുന്നു. മുൽത്തഖ മലാ എന്ന സംഗമം രാവിലെ 9:30 മുതൽ 4 വരെ മർക്കസിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി പ്രസ്തുത ബാച്ചിലെ സഖാഫികളിൽ നിർധനർക്കും നിത്യരോഗികൾക്കും വീട് നിർമ്മാണത്തിനും ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനത്തിനും സഹായം നൽകും. പരിപാടിയുടെ നടത്തിപ്പിന് അലവി സഖാഫി കായലം ചെയർമാനും മുജീബ് സഖാഫി കോട്ടൂർ കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചു. തിങ്കളാഴ്ച രാവിന്റെ ധന്യതയിൽ മക്കയും പരിസരവും പ്രവാചക പ്രകീർത്തനങ്ങളാലും മൌലിദ് സദസ്സുകളാലും ധന്യമായിരുന്നു. ഇന്നലെ രാത്രി മക്കയിലെ പ്രധാന 3 സ്ഥലങ്ങളിലാണ് ലോക മുസ്ലിം നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ മൌലിദ് സദസ്സുകൾ നടന്നത്. ലോകപ്രശസ്ത മുസ്ലിം പണ്ഡിതരും സ്വദേശികളും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് നവ്യാനുഭൂതി പകർന്ന മൌലിദ് സദസ്സുകളിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടിയത്. മക്കയിൽ ഈയിടെ വഫാത്തായ മുഹിബുർ റസൂലും കേരളത്തിലെ സുന്നി സ്ഥാപനങ്ങളോടും നേതാക്കളോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മർഹൂം സയ്യിദ് അബ്ബാസ് മാലിക്കിയുടെ വസതിയിലായിരുന്നു മഗ്രിബ് നിസ്കാരാനന്തരം മൌലിദ് സദസ്സ് നടന്നത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഷേഖ് ഉമർ ഹഫീൽ യമൻ, ഷേഖ് ഉമർ ജീലാനി, ചെച്ചനിയിലെ ഗ്രാൻഡ് മുഫ്തി, ജാമിയ അസ്ഹർ കാര്യദർശി, ഫലസ്തീനിലെ പ്രമുഖ പണ്ഡിതർ തുടങ്ങി ആഗോള പണ്ഡിതർ ഒത്തൊരുമിച്ച സദസ്സുകളാണ് ഇന്നലെ മക്കയിൽ നടന്നത്. ഇശാ നിസ്കാരാനന്തരം മർക്കസിന് ശിലപാക്കിയ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിയുടെ വസതിയിൽ മകൻ അഹമ്മദ് മാലിക്കിയുടെ നേതൃത്വത്തിൽ നടന്ന മൌലിദ് സദസ്സിലും കാന്തപുരം ഉസ്താദ് അടക്കം ലോക നേതാക്കൾ സംബന്ധിച്ചു. തുടർന്ന് ഷേഖ് സയ്യിദ് ജമലുലേലിയുടെ വസതിയിൽ ദഫിന്റെ താളത്തിൽ ചെച്ചിനിയൻ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നടന്ന മൌലിദ് സദസ്സിനെ ആവേശഭരിതമാക്കി. മൌലിദ് സദസ്സിന് ശേഷം വിശുദ്ധ കഅബയുടെ കിസ്വയുടെ ഭാഗം ആഗോള പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ ചെച്ചിനിയൻ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് കൈമാറി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവധി ദിനമായ ശനിയാഴ്ച പ്രവൃത്തി ദിനം. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. വിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് നാളെ മുതൽ തുടക്കം. പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ഇന്ന് തന്നെ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും. ലക്നൌവിൽ പോലീസുകാരൻ ആക്രമിച്ച വൃദ്ധന് വീണ്ടും ഭീഷണി. സമ്പന്നർ മാത്രം പഠിച്ചാൽ പോരാ. സർക്കാരിനെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M. വീരാൻകുട്ടിയുടെ രൂക്ഷ വിമർശം.
കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള കയറ്റുമതി സ്തംഭനാവസ്ഥയിലേക്ക്, വ്യാപാരികൾ ആശങ്കയിൽ. മീഡിയ രംഗത്ത് SSFന്റെ പുതിയ കാലവെപ്പ്, മീഡിയ സ്കൂളിന് തുടക്കമായി. തിങ്കളാഴ്ച രാവിന്റെ ധന്യതയിൽ മക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചു. കാന്തപുരം ഉസ്താദ് അടക്കം ലോക നേതാക്കൾ പങ്കെടുത്തു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.